വാർത്തകൾ തുടർന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. TVK നേതാവും നടനുമായ വിജയുടെ പര്യടനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട 20ഓളം മരണം. തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന പരിപാടിക്കിടെയാണ് സംഭവം. നിരവധി പേർ കുഴഞ്ഞു വീണു. പലരും അതീവ ഗുരുതര വിഭാഗത്തിൽ ചികിത്സയിലാണ്. മരിച്ചവരിൽ കുട്ടികളും ഉണ്ടെന്നാണ് വിവരം. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കരൂർ MLA സെന്തിൽ ബാലാജി കരൂർ ആശുപത്രിയിലെത്തി ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രിമാരോട് അപകടാവസ്ഥ സ്ഥലത്തെത്താൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർദ്ദേശം നൽകി. ക്രമസമാധാന ചുമതലയുള്ള ADGPയോടും സ്ഥലത്തെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരൂരിൽ ആശങ്കാജനകമെന്ന സാഹചര്യമെന്നും സ്റ്റാലിൻ പറഞ്ഞു. തമിഴ്നാട്ടിലെ വിജയുടെ പര്യടനത്തിനിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട 20ഓളം പേർ മരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന പരിപാടിക്കിടെയാണ് സംഭവം. നിരവധി പേർ കുഴഞ്ഞു വീഴുകയും പലരും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. മരിച്ചവരിൽ കുട്ടികളും ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രിമാരോടടക്കം അപകട സ്ഥലത്തെത്താൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGPയോടും സ്ഥലത്തെത്താൻ നിർദ്ദേശം നൽകി. കരൂരിൽ ആശങ്കാജനകമായ സാഹചര്യമാണെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. വിജയുടെ പര്യടനത്തിനിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. നിലവിൽ 20 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. മരിച്ചവരിൽ കുട്ടികളും ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, എപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്? മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാഹചര്യം തന്നെയാണോ നിലവിലുള്ളത്? മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്ന വിവരം. കാരണം 29ഓളം പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ തിക്കിലും തിരക്കിലും പെട്ടാണ്, അതായത് TVKയുടെ സംസ്ഥാന അധ്യക്ഷനായ വിജയുടെ പര്യടനം നടക്കുകയാണ് കരൂരിൽ, തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിൽ. അപ്പോൾ അതിൻ്റെ തിക്കിലും തിരക്കിലും പെട്ടാണ് നിരവധി പേർ ഇപ്പോൾ 28ഓളം പേർ 20ലധികം പേർ മരിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത്. അതായത് മരിച്ചവരിൽ 3 കുട്ടികളും ഉൾപ്പെടെ ഉണ്ട് എന്നാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കാരണം നമ്മൾ ഈ വാർത്ത ഇപ്പോൾ ഒരു ഏകദേശം 9 മണിയോടുകൂടിയാണ് ഈ വാർത്ത പുറത്ത് വരുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ വലിയ ആദ്യം ഒരാൾ മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഏറ്റവും ആദ്യം വന്നത്. പിന്നീടാണ് 20ലധികം പേർ മരണപ്പെടുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. 3 കുട്ടികൾ ഉൾപ്പെടെ മരിച്ചിരിക്കുന്നു. നിരവധി പേരുടെ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ICUവിലും 3 കുട്ടികൾ തുടരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 പേരുടെ നിലയാണ് 10ലധികം പേരുടെ നില ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. 50ഓളം പേരാണ് ഈ കുഴഞ്ഞു വീണത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മന്ത്രിമാർ, അതായത് DMK സർക്കാരിൻ്റെ മന്ത്രിമാരൊക്കെ തന്നെയും ഇപ്പോൾ കരൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. സെന്തിൽ ബാലാജി കഴിഞ്ഞ മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് കരൂരിലെ MLA ആണ് അദ്ദേഹം ഇപ്പോൾ കരൂരിലെ ഈ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ അദ്ദേഹം തുടരുന്നുണ്ട്. ഏതായാലും ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രിമാരിപ്പോൾ കരൂരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രമസമാധാന ചുമതലയുള്ള ADGP ഉൾപ്പെടെ ഇപ്പോൾ കരൂരിലേക്ക് വന്നിരിക്കുന്നു. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് കണ്ടത്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് വിജയുടെ കരൂരിലെ പര്യടനം തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം, ജനങ്ങൾ നിയന്ത്രിക്കാനാവാത്ത വിധം ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇനിയും മരണനിരക്ക് ഉയർന്നേക്കുമെന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 20ലധികം പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഈ പരിപാടിക്കുണ്ടായിരുന്നു. വിജയുടെ പ്രസംഗം കേൾക്കാൻ അല്ലെങ്കിൽ വിജയുടെ കാണാൻ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ 30 പേരോളം 30ലധികം പേർ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. അതായത് ഇപ്പോൾ നേരത്തെ നമുക്ക് ആദ്യം നൽകുമ്പോൾ ഒരാൾ മരിച്ചു എന്നൊരു വാർത്തയിലാണ് നമ്മൾ ആദ്യം നിന്നത്. പിന്നീട് അത് മിനിറ്റുകൾക്കകമാണ് 30ലധികം പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത്. ഇദ്ദേഹം ഈ ക്രമസമാധാനമുള്ള ചുമതല ADGP ഉൾപ്പെടെ ഇപ്പോൾ കരൂരിലെ ഈ
അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുന്ന കരൂരിലെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കരൂർ കളക്ടറോട് റാലി സ്ഥലത്തേക്ക് എത്രയും വേഗം എത്താനും മുഖ്യമന്ത്രി സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അപകടത്തിൽപ്പെട്ടവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചിരിക്കുന്നത്. ഈ അപകടവിവരം പുറത്തു വന്ന ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 50 പേരാണ് കുഴഞ്ഞു വീണിരിക്കുന്നത്. 50 പേരോളം കുഴഞ്ഞു വീണിരിക്കുന്നു. ഈ കുഴഞ്ഞു വീണ എല്ലാവരെയും കരൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ സെന്തിൽ ബാലാജി ഉണ്ട്, കരൂരിലെ MLA ആണ് അദ്ദേഹം, DMK MLA ആണ് അദ്ദേഹം അവിടെയുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ക്രമസമാധാന ചുമതലയുള്ള ADGPയും അവിടെയുണ്ട്. ഒപ്പം തന്നെ ഈ ജില്ലാ കളക്ടറോട് കരൂർ ജില്ലാ കളക്ടറോട് ഈ ജില്ലാ കളക്ടറോട് ആ ഒരു അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താനും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു റിപ്പോർട്ടും കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും അത്തരത്തിലുള്ളൊരു വിവരങ്ങൾ തന്നെയാണ്. മാത്രമല്ല നിബന്ധന പാലിച്ചില്ല, അതായത് ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മറുപടിയും വരുന്നുണ്ട്. നിബന്ധന പാലിച്ചില്ല എന്നാണ് നിബന്ധന പാലിച്ചില്ല, അതായത് ഈ പരിപാടി നടത്തുമ്പോഴൊക്കെയും തന്നെയും മുൻകൂർ പെർമിഷൻ എടുക്കണമെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള നിബന്ധനകളൊക്കെയും പോലീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ നിബന്ധനകളൊന്നും പാലിക്കാതെയാണ് ഈ പരിപാടി നടത്തിയതെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി. ഒപ്പം തന്നെ DGP ഉടൻ തമിഴ്നാട് DGPയും ഉടൻ സ്ഥലത്തെത്തും. മാത്രമല്ല മുഖ്യമന്ത്രി സ്റ്റാലിൻ നാളെയോടെ കരൂരിലേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും വളരെ നാടിനെ നടുക്കിയ ഇന്ത്യ മൊത്തം നടുക്കിയ രീതിയിലുള്ള ഒരു സംഭവമായി ഇത് മാറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം രാജ്യത്തെ മുഴുവൻ നടുക്കിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 30-ലധികം പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാരണം ഏകദേശം 1 മണിക്കൂറിനിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സംഭവത്തിൽ 30-ലധികം പേർ മരണപ്പെട്ടിരിക്കുന്നു. വലിയ ദുഃഖകരമായ സാഹചര്യം, വലിയ ദുഃഖകരമായ സംഭവം. കാരണം നമുക്കറിയാവുന്നതുപോലെ വിജയുടെ പരിപാടിയിൽ വലിയ രീതിയിലുള്ള ആരാധകർ മാത്രമല്ല അദ്ദേഹത്തെ കേൾക്കാനും നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനസാഗരമായിരുന്നു എന്നാണ് തമിഴ് മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നത്. ജനസാഗരം എന്ന് പറഞ്ഞപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ഏതായാലും മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് പറയുന്നത് കുഴഞ്ഞു വീണവരിൽ ഗർഭിണികളും കുട്ടികളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഈ രക്ഷിതാക്കൾ കുട്ടികളെ എടുത്തുകൊണ്ടാണ് ഈ പരിപാടിക്കൊക്കെയും എത്തുന്നത്. അവരെ ചുമലിൽ വെച്ചാണ് വിജയ് കാണാനുള്ള ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നതാണ്. പല പരിപാടികളും പല റാലികളിലും ഇത്തരത്തിൽ ഈ കുട്ടികളെ എടുത്തുകൊണ്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ഈ ശ്വാസതടസ്സവും അതുമാത്രമല്ല ഇത്തരത്തിൽ ചൂടും കാരണമാണ് ഇതിൽ കുഴഞ്ഞു വീണിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നവരെ. മാത്രമല്ല തിരുച്ചിയിൽ നിന്ന് 24 ഡോക്ടർമാരെയും സേലത്ത് നിന്ന് 20 ഡോക്ടർമാരെയും കരൂരിലേക്ക് അയക്കുന്നുണ്ട്. അതായത് രക്ഷാപ്രവർത്തനം കൂടുതൽ സുഖകരമാക്കാനും കൂടുതൽ സുഖകരമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട എല്ലാ സഹായവും തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തിരുച്ചിയിൽ നിന്ന് 24 ഡോക്ടർമാരെയും സേലത്ത് നിന്ന് 20 ഡോക്ടർമാരെയും കരൂരിലേക്ക് അയച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ ഒരു ട്വിറ്റർ പോസ്റ്റും കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് ഇപ്രകാരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ തമിഴ്നാട് ഈ സെന്തിൽ ബാലാജി, സുബ്രഹ്മണ്യൻ, അതുപോലെ അൻബിൽ മഹേഷ് എന്നിവ ഈ MLA മന്ത്രിമാരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നൊക്കെ രീതിയിലുള്ളൊരു പോസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ ഒരു പോസ്റ്റ് കൂടി എക്സിൽ പുറത്തു വന്നിട്ടുണ്ട്. തിരക്കിലും പെട്ടവർക്ക് അടിയന്തര സഹായം ഉറപ്പാക്കാൻ മുൻ മന്ത്രി V സെന്തിൽ ബാലാജി, ആരോഗ്യമന്ത്രി മാ സുബ്രഹ്മണ്യൻ, ജില്ലാ കളക്ടർ എന്നിവർക്ക് നിർദ്ദേശം നൽകിയതായാണ് എക്സിലെ പോസ്റ്റിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ സഹായം നൽകാൻ തിരുച്ചിയിൽ നിന്നുള്ള മന്ത്രി അൻബിൽ മഹേഷിനോട് താൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ട്വിറ്ററിൽ പറയുന്നു. അടിയന്തര മെഡിക്കൽ സേവനം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറയുന്നത് അത് തന്നെയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്രയും വേഗം ഇവരെ ഈ ഗുരുതരമായി പരിക്കേറ്റവരെ അല്ലെങ്കിൽ ഈ ആശുപത്രിയിലുള്ളവർക്ക് എത്രയും വേഗം തന്നെ വൈദ്യസഹായം നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 50ഓളം പേരാണ് ഇപ്പോൾ അടിയന്തര സാഹചര്യം ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ഈ ആശുപത്രിയിൽ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള എത്രയും വേഗം അവർക്ക് ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എത്രയും വേഗം അതിനുവേണ്ടിയുള്ള സജ്ജീകരണം ഒരുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ
ഇപ്പോഴും ഇവിടെ ഈ കരൂരിൽ നടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഈ തമിഴ്നാട്ടിൽ നടക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഈ പരിക്കേറ്റവരെ അല്ലെങ്കിൽ കുഴഞ്ഞു വീണവരെ കരൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഈ നിരവധി നേതാക്കളെയും മന്ത്രിമാരെയും ഉൾപ്പെടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാവരും അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയിലാണെന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം എല്ലാവരെയും ഇപ്പോൾ പരിക്കേറ്റവരെ ഉൾപ്പെടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. ഏറ്റവും ഒടുവിൽ 30-ലധികം പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ അത്രയും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അപകടത്തിൽ പരിക്കേറ്റവരെ എടുത്തുകൊണ്ടുവരുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പരിക്കേറ്റവരെ മുഴുവൻ ഈ സ്ട്രെച്ചറിൽ ഉൾപ്പെടെ എടുത്തുകൊണ്ടുവരികയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ആശങ്കാജനകമായ സാഹചര്യം എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതായത് മികച്ച ചികിത്സ ഉറപ്പാക്കും, എത്രയും വേഗം പരിക്കേറ്റവർക്ക് എത്രയും വേഗം മികച്ച വൈദ്യസഹായം തന്നെ നൽകുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തൃച്ചിയിൽ നിന്നും സേലത്ത് നിന്നും വിദഗ്ധ ഡോക്ടർമാരെ ഉൾപ്പെടെ കരൂരിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മരിച്ചവരിൽ ഏറെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മരിച്ചവരിൽ പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ വിജയുടെ ഈ ഒരു റാലിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തിരിക്കുന്നു. സ്ത്രീകളെ തോളത്തെടുത്തുകൊണ്ട് തന്നെയാണ് അവരുടെ രക്ഷിതാക്കൾ വിജയെ കാണിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ പരിപാടിയുടെ തുടക്കം മുതൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ടതാണ്. വലിയൊരു ജനസാഗരം തന്നെയാണ്. ജനസാഗരം എന്ന് പറയാൻ കഴിയില്ല, അതിന് മുകളിൽ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, തിങ്ങി നിറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് ഈ തമിഴ് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രയധികം ആഘാതം സൃഷ്ടിച്ച ഒരു ദുരന്തം തന്നെയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് മടങ്ങിയെത്താം. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അത്രയും വലിയൊരു ദുരന്തമാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്കാണ്. இதுக்கு முன்னாடி 5-20 போயிருக்கும். இன்னும் முன்னாடி 7 பாடி போகுது. 8 இன்னும் முன்னாடி போகுது. വാർത്തയുടെ വിവരങ്ങളുമായി ഫൈസൽ അസീസ് തുടരുന്നുണ്ട്. ഫൈസൽ, കൃത്യമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാഞ്ഞത് തന്നെയല്ലേ ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത്? തീർച്ചയായും കാർത്തു, അത് തന്നെയാണ് പോലീസും പറയുന്നത്. അതായത് കൃത്യമായ മാനദണ്ഡങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്തരം ഈ പരിപാടികൾക്ക്, കാരണം അറിയാം, കാരണം വിജയുടെ പരിപാടി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആൾക്കാരുണ്ടാകും, ബഹളം ഉണ്ടാകുമെന്നൊക്കെ, വലിയ രീതിയിൽ ജനസാഗരം തന്നെ ഉണ്ടാകുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാനദണ്ഡങ്ങളൊന്നും തന്നെ ഈ പരിപാടിയിൽ പാലിച്ചില്ല എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. മാത്രമല്ല ഈ ഈ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എക്സിൽ കുറിച്ചത് ഏകദേശം ഇപ്രകാരമായിരുന്നു: കരൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. ജനക്കൂട്ടത്തിന് ആവശ്യമായ ഉടനടി ചികിത്സകൾ നൽകി മയക്കുമൂട്ട്, അതായത് കരൂരിലെ മയക്കുമൂട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മുൻ മന്ത്രിയും കരൂർ MLA-യുമായ സെന്തിൽ ബാലാജി, ഒപ്പം തന്നെ സുബ്രഹ്മണ്യൻ, എല്ലാവരെയും ഈ ഒരു ജില്ലാ ഭരണകൂടത്തെയും ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരെയും ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചികിത്സ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നൽകണമെന്ന നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തഞ്ചാവൂരിൽ നിന്നുൾപ്പെടെയുള്ള ഈ തിരൂരിൽ നിന്നുൾപ്പെടെയുള്ള ഡോക്ടർമാരെ അവിടത്തേക്ക് എത്തിക്കാനുള്ള, തിരൂർ അതുപോലെ തന്നെ സേലത്ത് നിന്നുൾപ്പെടെയുള്ള ഡോക്ടർമാരെ അവിടത്തേക്ക് എത്തിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തൻ്റെ എക്സ്പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ സംഭവം വലിയൊരു ദുരന്തമായി മാറി. തമിഴ്നാടിനെ സംബന്ധിച്ച് വലിയൊരു ദുരന്തം തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം അത്രത്തോളം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ, ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവർ കൊഴിഞ്ഞു വീണവരിലുണ്ട്. അത്രത്തോളം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്. 30-ലധികം പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ന് വൈകിട്ടോടെയായിരുന്നു ഈ ഒരു സംഭവം. അതായത് രാത്രി ഏകദേശം
9 മണിയോടെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. നേരത്തെ ആദ്യം ഒരു മരണം എന്ന രീതിയിലായിരുന്നു, അതായത് TVKയുടെ ഈ ഒരു പര്യടനം, കരൂരിൽ പര്യടനം തുടരുന്ന ഒരു മരണം എന്ന രീതിയിലായിരുന്നു വാർത്തകൾ വന്നത്. ആ ഒരു വാർത്ത വന്നതോടുകൂടി തന്നെ വിജയ് അപ്പോൾ തന്നെ, അതായത് ഈ ഒരു സംഭവം പുറത്തു വന്നതോട് തന്നെ വിജയ് തൻ്റെ പ്രസംഗം പാതി വഴിയിൽ നിർത്തി മടങ്ങുകയും ചെയ്തു. വിജയ് അവിടെ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ മരണസംഖ്യ വരുന്നത്. മിനിറ്റുകൾക്കകമാണ് 30-ലധികം മരണത്തിലേക്ക്, ഏതാനും കാർത്തു എടുത്തു പറയേണ്ടത് മണിക്കൂറുകൾ പോലും എടുത്തില്ല, മിനിറ്റുകൾക്കടക്കമാണ് 30 എന്നൊരു സംഖ്യയിലേക്ക്, 30-ലധികം എന്നൊരു സംഖ്യയിലേക്ക് ഈ മരണസംഖ്യ എത്തുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, വലിയൊരു ദുരന്തം തന്നെയാണ് നടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ അവിടെ മന്ത്രിമാരുൾപ്പെടെ തുടരുന്നുണ്ട്. സെന്തിൽ ബാലാജി, കരൂർ MLA സെന്തിൽ ബാലാജി ഉൾപ്പെടെ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. നിരവധി പേരെ കുഴഞ്ഞു വീണ നിരവധി പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകുക എന്നുള്ളൊരു ദൗത്യമാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്നെ നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ മന്ത്രിമാരെ MLA ഉൾപ്പെടെ ഈ ആശുപത്രിയിലേക്ക് അയച്ചിരിക്കുന്നത്. MK സ്റ്റാലിൻ സർക്കാർ ഈ ആശുപത്രിയിലേക്ക് അയച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഇപ്പോൾ നിരവധി പേർക്കാണ്, 50ഓളം പേരാണ് കുഴഞ്ഞു വീണതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 10 പേരോളം നിര ഗുരുതരമാണെന്ന് മനസ്സിലാക്കുന്നു. അതിലധികവും ഇപ്പോൾ ഇനിയും ഈ വീണ്ടും ആൾക്കാരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ 2 കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എടുത്തുകൊണ്ടുവരികയാണ്. അത്രയും ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല സ്ട്രെച്ചറിൽ ഉൾപ്പെടെ കിടത്തിക്കൊണ്ടാണ്, സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ സ്ട്രെച്ചറിൽ ഉൾപ്പെടെ കിടത്തിക്കൊണ്ടാണ് ആശുപത്രിയിലകത്തേക്ക് കൊണ്ടുവരുന്നത്. ഏതായാലും 30-ലധികം പേർ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി വരും മണിക്കൂറുകളിലും മരണം കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആശുപത്രിയിൽ ഇപ്പോൾ MLA-മാരും മന്ത്രിമാരുടെയും നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെയും തുടങ്ങുന്നുണ്ട്. സ്ഥലത്ത് ഇപ്പോൾ കളക്ടർ ഇപ്പോൾ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഏതായാലും അദ്ദേഹം നാളെയോടെ എത്തും. നാളെ ഈ കരൂരിലെത്തും. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ നാളെ അദ്ദേഹം രാവിലെയോടെ കരൂരിലെത്തുമെന്നാണ് പറയുന്നത്. ഏതായാലും MS സുബ്രഹ്മണ്യ ആശുപത്രിയിൽ തുടരുകയാണ് മന്ത്രി MS സുബ്രഹ്മണ്യ. അദ്ദേഹം പറയുന്നത് പ്രകാരം 40 പേരോളമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. നിരവധി പേർ ICU-വിലുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഈ ഒരു ബോക്സിൻ്റെ ഈ ദൃശ്യങ്ങൾ കാണാം. എത്രത്തോളം ആൾക്കാരുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഈ ദുരന്തം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പുള്ള ദൃശ്യമാണ്. വെറും 5-10 മിനിറ്റ് മുമ്പുള്ള ദൃശ്യങ്ങളായിരിക്കാം ഇത്. അതിൽ നമുക്ക് കാണാവുന്നതാണ് എത്രത്തോളം ആൾക്കാർ, ജനങ്ങൾ, കുട്ടികളെ ചുമലിലിരുത്തിക്കൊണ്ട് ജനങ്ങൾ ആ വിജയുടെ പരിപാടി കാണുന്നു. അദ്ദേഹത്തിൻ്റെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഒരു വിജയുടെ പരിപാടി കാണുകയാണ്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞുകൊണ്ടുള്ള, അദ്ദേഹത്തെ ശ്വാസം മുട്ടിയിരിക്കാം, നല്ല ചൂടുമായിരിക്കാം, അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിൽ ആൾക്കാർ കുഴഞ്ഞു വീണത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. 40-ലധികം പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കരൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് 40-ലധികം പേരാണ്. നിരവധി പേർ ICU-വിലും ചികിത്സയിൽ കഴിയുന്നുണ്ട്. കാർത്തു, അതുപോലെ തന്നെ ഫൈസൽ, അത്രയധികം ജനക്കൂട്ടം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഈ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള നടപടികളിലേക്ക് എന്തെങ്കിലും പോലീസ് കടന്നിട്ടുണ്ടോ? തീർച്ചയായും കാർത്തു, അവിടെ വലിയൊരു ആശങ്കാജനമായ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് കളക്ടറോട് ഈ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ MK സ്റ്റാലിൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രയും വേഗം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഇപ്പോൾ ആശങ്കാജനമായ സാഹചര്യം തന്നെ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആളുകൾ ഇപ്പോൾ ഒഴിഞ്ഞ് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്രയും വലിയ ദുരന്തമാണ് നടന്നിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിലൊക്കെ നിരവധി പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾ അവിടെയുണ്ട്, ചില ആളുകൾ അവിടെയുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം സെന്തിൽ ബാലാജി ഉണ്ട്. സെന്തിൽ ബാലാജി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയാണ്. അദ്ദേഹം ഈ കരൂർ MLA ആണ് സെന്തിൽ ബാലാജി. ഇപ്പോഴത് നിരവധി പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്, സ്ട്രെച്ചർ ഉൾപ്പെടെ കൊണ്ടുവരികയാണ്. ഈ അപകടം നടന്ന ഉടൻ തന്നെയുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അപകടം നടന്ന ഉടൻ തന്നെ അപകടം നടന്ന ഉടൻ തന്നെ വിജയ് അവിടെ നിന്ന് തൻ്റെ പ്രസംഗം മുഴുമിക്കാതെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ മരിച്ചവരുടെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നാണ്
ലഭ്യമായിട്ടുണ്ട്. മരിച്ചവരിൽ 6 കുട്ടികളും 16 സ്ത്രീകളും 6 കുട്ടികളും 16 സ്ത്രീകളുമാണ് മരണപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത് ഇനി ഇതിലധികവും ഉണ്ടാവാനും സാധ്യതയുണ്ട്. കാരണം 30-ലധികം പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 6 കുട്ടികളും 16 സ്ത്രീകളും ഉൾപ്പെടുന്നു. മാത്രമല്ല 12 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഇവരെ ICUവിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ കരൂരിലെ ആശുപത്രിയിലെ ICUവിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് മികച്ച ചികിത്സ നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തിരുപ്പൂരിൽ നിന്നും മാത്രമല്ല സേലത്ത് നിന്നുമുള്ള ഡോക്ടർമാരുൾപ്പെടെ ഈ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അത് അവർ ഉടൻ എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ പോലീസ് ADGP സ്ഥലത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല മന്ത്രിമാരുൾപ്പെടെ സ്ഥലത്തുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ആശുപത്രിയിലെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ മന്ത്രിമാരുടെ MLA-മാരുടെ നേതൃത്വത്തിലാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കുട്ടികളെ എടുത്തുകൊണ്ടുപോവുകയാണ്. അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. നിരവധി വാഹനങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കുന്നത് കാണാം. അതിനിടയിലൂടെ കുട്ടികളെ എടുത്തുകൊണ്ടുപോകുന്ന ഒരു ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വളരെ ദാരുണമായൊരു സംഭവം തന്നെ, ദുരന്തം. അതായത് ഒരു ഇന്ത്യ രാജ്യത്തെ മൊത്തം ഞെട്ടിച്ച രീതിയിലുള്ളൊരു ദുരന്തമായി ഇത് മാറുന്നു. കാരണം പര്യടനം ആരംഭിച്ചിട്ടുള്ള വിജയുടെ TVK പാർട്ടി, അതിനിടയിലാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. 30-ലധികം പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കളക്ടർ ഉടൻ സ്ഥലത്തെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളൊക്കെയും ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ MK സ്റ്റാലിൻ്റെ എക്സ്പോസ്റ്റും ഇതിനോടൊപ്പം വായിച്ചു ചേർക്കേണ്ടത്. കാരണം അദ്ദേഹം പറയുന്നത് വളരെ ആശങ്കാജനകമാണ്, സാഹചര്യം ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് ഏറ്റവും അദ്ദേഹം എക്സ്പോസ്റ്റിൽ പറയുന്നത്. മാത്രമല്ല കുറഞ്ഞത് ഈ പരിപാടിയിൽ 30,000-ലധികം പേരെങ്കിലും പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം എന്നാണ്. ഈ വേദി തമിഴ്നാട്ടിലുണ്ടായ വലിയൊരു ദുരന്തത്തിലാണ് ഇപ്പോൾ 30ഓളം പേർ മരണപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന വിജയുടെ പരിപാടിക്കിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അത് ദാരുണമായ ഒരു ദുരന്തം തന്നെയായി മാറിക്കഴിഞ്ഞ ഒരു പരിപാടിയായിരുന്നു അത്. 1000-ലധികം പേർ പങ്കെടുത്ത ഒരു പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ 50ഓളം പേർ കുഴഞ്ഞു വീഴുകയും അതിൽ 30 പേരോളം മരണപ്പെടുകയും ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ള കാര്യങ്ങളാണ് ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്നത്. നിരവധി പേരുടെ നില ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഏറ്റവും ദാരുണമായ സംഭവം എന്താണെന്ന് വെച്ചാൽ മരിച്ചവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും ദാരുണമായ സംഭവം. ഇപ്പോൾ 30 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നടൻ വിജയുടെ പര്യടനത്തിനിടെ അല്ലെങ്കിൽ ഒരു പരിപാടിക്കിടെയാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തം ഉണ്ടായത്. 30ഓളം പേർ മരണപ്പെടാനിടയുണ്ടായ സാഹചര്യം ഉണ്ടാകുന്നതും മരിച്ചവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നൊരു ആശങ്കയും ഈ ഒരു സമയത്ത് നിഴലിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ കരൂരിലാണ് ഇത്തരത്തിലൊരു പരിപാടിക്കിടെ അപകടമുണ്ടായത്. ഇടവേളയ്ക്ക്